അപ്പൊ മുസ്ലിയാർക്ക് ഒരു സംശയം, അല്ല മൗലവി ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൽ അഭിപ്രായം പറയാതിരുന്നത്? എന്താ അഭിപ്രായം പറയാനാ? ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ വീടുത്തമമല്ല കാടാണ് ഉത്തമം എന്ന് ഞങ്ങൾ പറയില്ല. സ്ത്രീകൾക്ക് അവരുടെ വീട് തന്നെയാണ് ഉത്തമം. അതല്ലല്ലോ മുസ്ലിയാരെ തർക്കം. നേരെ മറിച്ചൊരു പെണ്ണ് പള്ളിയിലേക്ക് പോയാൽ ആ പള്ളിയിൽ പോയ പെണ്ണ് പള്ളിയിൽ ചെന്നുകൊണ്ട് ജുമുഅ നമസ്കരിച്ചാൽ, ജമാഅത്ത് നമസ്കരിച്ചാൽ അത് വീടുമോ ഇല്ലയോ? അതാണ് തർക്കം. അതിനാ തെളിവ് ഉദ്ധരിച്ചത്, അതിനാ തെളിവുകൾ പറഞ്ഞത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ നടത്തിയ പ്രഖ്യാപനം, റസൂലുള്ള പറഞ്ഞ പ്രവാചകന്റെ നിർദ്ദേശം, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അനുവാദം നൽകണേ. ഇത് റസൂലുള്ള നൽകിയതല്ലേ? ഇത് പ്രവാചകൻ പറഞ്ഞതല്ലേ? ആ പ്രവാചകന്റെ കൽപ്പനയെ മാനിക്കേണ്ടതില്ലേ? അതേ, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അനുവാദം നൽകണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകത്തെ ഉദ്ധരിച്ചപ്പോ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിയാർ അതിനെ കുറിച്ചൊന്നും പറയാനില്ല, മിണ്ടിയിട്ടുമില്ല, മിണ്ടാനുമില്ല. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആ വിഷയത്തിലുള്ള ഇജ്മാഉം ഞാൻ ഉദ്ധരിച്ചു. ആ ഇജ്മാ ഉദ്ധരിച്ചപ്പോ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം കയ്യിലൊരു കിതാബൊക്കെ എടുത്തു വെച്ചിട്ട് മുസ്ലിയാരൊരു വെല്ലുവിളി. എന്താ വെല്ലുവിളി? അതിന്റെ മുകളിലുള്ള വാചകം മൗലവി ഒന്ന് വായിക്കുമോ? അതിന്റെ മുകളിൽ മൗലവി വായിച്ചതിന്റെ മുകളിൽ ഒന്ന് വായിക്കുമോ? അങ്ങനെ ശറഹ് മുഹദ്ദബെടുത്ത് കയ്യിൽ വെച്ചിട്ട് മുസ്ലിയാർ ഇങ്ങനെ വായിക്കുകയാണ്. കേട്ടോ അതിന്റെ മുകളിലത്തെ വാചകം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ടോ 3 വട്ടം അതിന് അർത്ഥം പറയുന്നുണ്ട്. 3 അർത്ഥവും തെറ്റാണ്, ഒരർത്ഥം ശരിയാ. 3 വട്ടം അതിനർത്ഥം പറയുന്നുണ്ട്. കേട്ടോ എന്താ പറയുന്നത് കേട്ടോളൂ. ഇബ്നു മുൻദിറും അല്ലാത്തവരും ഇജ്മാ ഉദ്ധരിക്കുന്നു. അന്നൽ മർഅത ലാ ജുമുഅത അലൈഹാ. ശറഹ് മുഹദ്ദബിൽ മൗലവി വായിച്ചതിന്റെ മോളിനായ വായിക്കുന്നത്. എന്താ വായിച്ചത്? ലാ ജുമുഅത അലൈഹാ. അതേ, ഇബ്നു മുൻദിറിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഇജ്മാ ഉദ്ധരിക്കുന്നു. പെണ്ണിന് ജുമുഅ ഇല്ല, പെണ്ണിന് ജുമുഅ ഇല്ല, പെണ്ണിന് ജുമുഅ നിർബന്ധമില്ല, പെണ്ണിന് ജുമുഅ ഇല്ല. എന്തേ 3 വട്ടം ഇല്ലാന്നും 1 വട്ടം നിർബന്ധം ഇല്ലാന്നും? അത് ഞങ്ങൾ പിടിക്കുമെന്ന് മുസ്ലിയാർക്ക് അറിയാം. അതുകൊണ്ട് ലു ഉണ്ടാക്കിയിട്ടതാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ കുറെ നടന്നാ മുസ്ലിയാരെ, അത് മുസ്ലിയാർക്കും അറിയാലോ. ആ വഴിക്ക് ഞങ്ങൾ ഒരുപാട് നടന്ന, അതുകൊണ്ട് ആ വേല ഇങ്ങ് വേണ്ട. അതുകൊണ്ട് ഉള്ള അർത്ഥം പറഞ്ഞു. ലാ ജുമുഅത അലൈഹാ, ഒരു പെണ്ണിന് ജുമുഅ നിർബന്ധമില്ല. പെണ്ണിന് മാത്രമല്ല കുട്ടിക്ക് ജുമുഅ നിർബന്ധമില്ല. കുട്ടിക്ക് മാത്രമല്ല യാത്രക്കാരന് ജുമുഅ നിർബന്ധമില്ല. എന്നാൽ യാത്രക്കാരൻ വന്ന് ജുമുഅ നമസ്കരിച്ചാലോ ജാസ, അനുവദനീയ. യാത്രക്കാരന് ജുമുഅ നിർബന്ധമൊന്നുമില്ല. ഒരാൾ യാത്ര പോണ ഒരാള് അയാള് ജുമുഅ നിസ്കരിച്ചാലോ അയാൾ നിസ്കരിക്കണ്ട. മനസ്സിലായില്ലേ? ഇനിയോ കുട്ടിക്ക് ജുമുഅ നിർബന്ധമില്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജുമുഅക്ക് വന്നാലോ ജുമുഅയുടെ പ്രതിഫലം കുട്ടിക്ക് കിട്ടും. അതുപോലെ സ്ത്രീക്കും ജുമുഅ നിർബന്ധമില്ല. എന്നാൽ ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് ജുമുഅ നമസ്കരിച്ചാലോ അത് വീടുമോ? അത് അനുവദനീയമാണോ? അതിനാ ഞാൻ തെളിവ് പറഞ്ഞത്, അതിനാ ഞാൻ തെളിവ് ഉദ്ധരിച്ചത്. ആർക്ക് ജുമുഅ നിർബന്ധമുണ്ട് നിർബന്ധമില്ല എന്ന് പറയാനില്ല. അതിനായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാചകവും വായിക്കണം. ഞാൻ പറഞ്ഞ തെളിവ്, ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് ജുമുഅ നമസ്കരിച്ചാൽ ആ ജുമുഅ വീടുമോ ഇല്ലേ? അതിനാ തെളിവ് ഉദ്ധരിച്ചത്. അത് ശറഹുൽ മുഹദ്ദബിലുണ്ട് മുസ്ലിയാരെ. ആ വാചകത്തിന്റെ മറുപടി പറയാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത് ഇജ്മാഅി പണ്ഡിതന്മാർ പറഞ്ഞതാണെന്നിരിക്കവേ ഒരിക്കലും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുകയുമില്ല. വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹുൽ ഇജ്മാഅ അലാ അന്നഹാ ലൗ ഹദറത് വസല്ലത്തിൽ ജുമുഅ ജാസ. വഖദ് സബതത്തിൽ ഹദീസു സഹീഹത്തുൽ മുസ്തഫീല അന്നൻ നിസാഅ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മസ്ജിദിഹി ഖൽഫ റിജാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിരവധി ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പിന്നിൽ, പ്രവാചകന്റെ പള്ളിയിൽ പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ നമസ്കരിച്ചിരുന്നു എന്നതിന് നിരവധി ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നതിനാൽ ഒരു പെണ്ണ് പള്ളിയിൽ ഹാജരായി ജുമുഅ നമസ്കരിച്ചാൽ അത് അനുവദനീയമാണ്. അത് അനുവദനീയമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അത് ഹറാമാണെന്ന് നിങ്ങളാ പറഞ്ഞത്.
അത് ഹറാമാണെന്ന് അവിടെ ഇല്ല, അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനൊരു തെളിവ് വേറെയും ഉദ്ധരിച്ചു. ചരിത്രം വേണം, മുസ്ലിംകൾക്ക് ചരിത്രം വേണമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു ചരിത്രവും ഉദ്ധരിച്ചു. ഏതാ ചരിത്രം എന്നറിയുമോ? നാബൽസിലെ സ്ത്രീകൾ പള്ളിയിൽ പോയത് ഇബ്നുൽ അറബി കണ്ട വിവരം പറഞ്ഞു. അപ്പം മുസ്ലിയാർ അവിടെയും മറുപടി. എന്താ മറുപടി എന്നറിയോ? അത് മറ്റൊന്നുമല്ല, അത് മറ്റുള്ള പ്രദേശത്തെ പെണ്ണുങ്ങൾ എല്ലാ ദിവസവും പുറത്തിറങ്ങി, നാബൽസിലെ പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച മാത്രം പുറത്തിറങ്ങി. അതാണ് അവിടുന്ന് കിട്ടിയത്. അത് കിട്ടി, അത് ഞങ്ങൾ സമ്മതിച്ചു എന്ന് സമ്മതിച്ചാൽ തന്നെ നാബൽസിലെ പെണ്ണ് പള്ളിയിൽ പോയില്ലേ മൊയ്ലാര്? അങ്ങനെ പോയത് ഹറാമാണെന്നോ ഇബ്നു അറബി പറഞ്ഞത്? ആ പെണ്ണുങ്ങൾ മോശപ്പെട്ട പെണ്ണുങ്ങളാണെന്നാണോ അവര് കൊള്ളരുതാത്തവരാണെന്നാണോ പറഞ്ഞത്? നേരെ മറിച്ച് അവർ അത്യുന്നതകളാണ്, പതിവ്രതകളാണ്, മഹതികളാണ്, ഉന്നതകളാണെന്ന് അവരെ കുറിച്ച് കമന്റ് പറഞ്ഞു. ഇനി നമ്മുടെ നാട്ടൊരു പെണ്ണ്, ഒരു മേനോ സമസ്തക്കാരി, ആ സമസ്തക്കാരി വെള്ളിയാഴ്ച മാത്രമേ പുറത്തിറങ്ങുള്ളൂ, നേരെ പള്ളിയിലേക്ക് വരികയാണ്, പള്ളിയിൽ നിസ്കരിച്ച് മടങ്ങി പോവാണെങ്കിൽ ആ പെണ്ണ് നല്ല പെണ്ണാണ് എന്ന് നിങ്ങൾ പറയോ? പറയെങ്കിൽ നിങ്ങൾ ഇബ്നു അറബിയും തമ്മിൽ യോജിച്ചു. അങ്ങനെ പറയാ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇബ്നു അറബിയുമായി നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ചരിത്രം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു മുസ്ലിയാരെ, ആ നാബൽസിലെ സ്ത്രീകള് അവര് പള്ളിയിലേക്ക് വരും. മറ്റൊരു ദിവസവും വെള്ളിയാഴ്ച ദിവസമല്ലാത്ത ഒരു ദിവസത്തിലും അവര് പുറത്തേക്ക് ഇറങ്ങാറില്ല. വെള്ളിയാഴ്ചയായാൽ പള്ളിയിലേക്ക് അവര് പുറപ്പെടും. അവരെ കൊണ്ട് പള്ളി നിറയും. നമസ്കാരം കഴിഞ്ഞാൽ വീടുകളിലേക്ക് അവര് മടങ്ങിപ്പോകും. അടുത്ത വെള്ളിയാഴ്ച വരെ പിന്നെ ഒരു പെണ്ണിനെയും ഞാൻ പുറത്ത് കാണാറേയില്ല, വെളിയിൽ കാണാറേയില്ല. അടുത്ത വെള്ളിയാഴ്ച വരെ പിന്നെ ഒരു പെണ്ണും പുറത്തിറങ്ങാറില്ല. ഇതാണ് ഇബ്നു അറബി പറഞ്ഞത്. അത് വായിച്ചിട്ട് അതിന് മറുപടി പറയാൻ ആ പ്രവർത്തനം തെറ്റാണ് എന്നാണ് ഇബ്നു അറബി പറഞ്ഞത്. ഇബ്നു അറബി അത് അംഗീകരിച്ചില്ല. ആ പെണ്ണുങ്ങളെ കുറിച്ച് മോശമാണ് ഇബ്നു അറബി പറഞ്ഞത്. ഇതൊന്നും പറയാൻ മുസ്ലിയാർക്ക് കഴിയാതെ നേരെ മറിച്ച് തടിതപ്പാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി മറ്റുള്ള പെണ്ണുങ്ങൾ എല്ലാപ്പോഴും പുറത്തിറങ്ങും. നാബൽസിലെ പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച മാത്രമേ പുറത്തിറങ്ങൂ എന്നാ അവിടുന്ന് കിട്ടിയത്. ആയിക്കോട്ടെ, വെള്ളിയാഴ്ച പുറത്തിറങ്ങി എന്നാ കിട്ടിയത്, അതാണ് കിട്ടേണ്ടത്. പള്ളിയിലേക്ക് വേണ്ടിയാണ് പുറത്തിറങ്ങി എന്നാ കിട്ടിയത്, അതാണ് കിട്ടേണ്ടത്. ഇനി അത് മാത്രമല്ല, പിന്നെ അതിന് പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താ ന്യായമെന്നറിയുമോ? അത് വിശുദ്ധ ഖുർആനിലൊരായത്ത്, സൂറത്തുൽ അഹ്സാബിലെ ആയത്ത്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ എന്ന ആയത്തിന്റെ വിശദീകരണത്തിലാ പറഞ്ഞത്. ആയിക്കോട്ടെ, എന്താ വഖർന ഫീ ബുയൂതികുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ അടങ്ങിയിരിക്കണം. അങ്ങനെ അടങ്ങിയിരിക്കണ്ട, ചാടി പുറത്തിറങ്ങണമെന്നല്ല പറയുന്നത്, അടങ്ങിയിരിക്കണം. അങ്ങനെ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ വീട് വിട്ട് പിന്നെ പുറത്തിറങ്ങാനേ പാടില്ല എന്നുമല്ല. അതാണ് പണ്ഡിതന്മാർ ആ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഫലാ തഖ്റുജുന ലിഗൈരി ഹാജ, ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്, അനാവശ്യമായി പുറത്തിറങ്ങരുത്. ഏതാണ് ആവശ്യം? മതപരമായ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങാം. ഏതുപോലെ? അസ്വലാത്ത് ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം പോലെയുള്ള ആവശ്യത്തിനല്ലാതെ പെണ്ണുങ്ങളെ പുറത്തിറങ്ങരുത്, സ്ത്രീകളെ പുറത്തിറങ്ങരുത്, അനാവശ്യമായി പുറത്തിറങ്ങരുത്. പള്ളിയിൽ പോകേണ്ട അതുപോലുള്ള മതപരമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടി പുറത്തിറങ്ങാം. അനാവശ്യമായി നിങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് അതേ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടില്ലേ? അത് കാണാനിട്ടാണോ? അല്ലല്ലോ, പറയാനിട്ടല്ലേ. ഇനിയോ ഇമാം ബുഖാരി മറിച്ചു നോക്ക്. ആ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരധ്യായത്തിന് കൊടുക്കുന്ന പേര് തന്നെ ബാബു ഖുറൂജിൻ നിസാഇ ലിഹവാഇജിഹിന്ന, ഒരു പെണ്ണിന് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാം എന്ന് പറയുന്ന അധ്യായം. ആവശ്യങ്ങൾക്ക് വേണ്ടിയേ പുറത്തിറങ്ങാൻ പാടുള്ളൂ, അനാവശ്യമായി പുറത്തിറങ്ങാൻ പാടില്ല. എന്താണെന്നിട്ട് അതിൽ കൊടുത്ത ഹദീസ്, മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, ഖദ് അദിനല്ലാഹു ലകുന്ന അൻ തഖ്റുജുന ലിഹവായിജികുന്ന, ഓ സ്ത്രീകളെ, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂല് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുന്നു.